ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും ഒരു പെട്ടിയും കൂടി ഇരിക്കണേ. എന്താണെന്നറിയോ, എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഒക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് സാധനം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ഈ പെട്ടി അൺപാക്ക് ചെയ്യാം. ഞാനൊരു 3 മാസം മുന്നേ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വലിയ 3 പെട്ടികൾ. ഇപ്പം ഈ ഫുൾ പെട്ടിയിൽ എന്റെ സാധനമല്ല, പക്ഷെ കുറെ ഒക്കെ എന്റെ സാധനമാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ പുറത്തെടുത്തു കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ഈ പെട്ടി ഒന്ന് കിടത്തി വെച്ചിട്ട് തുറക്കാം. ഓക്കെ, സോ അതിന് മുന്നേ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. നാട്ടിൽ നിന്ന് ഞാനൊരു പ്ലാനർ കൊണ്ടുവരിപ്പിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി വേറൊരു ഫ്രണ്ട് കൊണ്ടുവന്നെയാണ്. ഇവിടെ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടിന്റെ ഫിയാൻസി നാട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ പുള്ളിനെ കൊണ്ട് കൊണ്ടുവരിപ്പിച്ചാണ്. സോ ഇതാണ് പ്ലാനർ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പ്ലാനറിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സോ നമ്മുടെ സിമ്പിൾ എക്സ്റ്റൈൻഡ് പ്ലാനർ ആണ് ഞാൻ 2024 വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഫ്ലിപ്പ് ത്രൂ ഒന്നും കാണിക്കില്ല. അതിന്റെ കുറച്ച് ഫ്രീബീസ് ഒക്കെ ഉണ്ട്. ഒരു താങ്ക് യു കാർഡ്, ഒരു ഫ്രീബി, പിന്നെ ഒരു നോട്ട്ബുക്ക്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് നമ്മൾ ഈ ഒരു പെട്ടി തുറക്കാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പെട്ടി തുറക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അയ്യടാ എന്ത് രസമല്ലേ കാണാൻ വേണ്ടിട്ട്. ഇത് എന്താ അറിയോ, ഇതെന്താന്ന് കാര്യം എനിക്ക് മനസ്സിലായില്ല. ഇവിടുന്ന് കാണാൻ ഒരു പെൻഗിനൊക്കെ പോലെ ഉണ്ട്, പിന്നെ ഇവിടുന്ന് കാണാൻ ഒരു പന്നീനെ പോലെ ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് ആൻസിയും അക്ഷര ഐശ്വര്യം കൂടെ കൊടുത്തിട്ടതാണ്. സോ താങ്ക് യു ഗൈസ്. ഇതാണ് ആദ്യം വന്നിട്ടുള്ളത്. ഇതോടെ നിൽക്കട്ടെ. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ കൊടുത്തിട്ടത് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. എന്റെ ഒരു സാരി ഉണ്ട്. എന്തിനാണ് ഈ സാരി എന്നൊക്കെ ചോദിച്ചാ, ഇനിയിപ്പം വിഷു ഒക്കെ വരുമല്ലോ, അപ്പൊ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സാരി ഉണ്ട്. അതൊക്കെ ഞാനിപ്പോ ബെഡിലേക്കാണ് എറിയുന്നത്. പിന്നെ എന്റെ ഒരു ഷോൾ, പിന്നെ ഞാൻ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടോപ്പ്. ഒന്നും പുതിയതായിട്ട് അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് ഞാൻ വരുമ്പോൾ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ഈ ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഇത് എടുക്കാൻ മറന്നുപോയി. അപ്പൊ അതുണ്ട്. പിന്നെ ഇതെന്താ അറിയോ, നമ്മളെ റിംഗ് ലൈറ്റ് ഇല്ല, റൈസ് ലൈറ്റ് ഇല്ലേ, ഞാൻ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന റൈസ് ലൈറ്റുകളൊക്കെയാണ്. കണ്ടോ, ഒരു കോപ്പർ വയറിന്റെ റൈസ് ലൈറ്റും ഉണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് റൈസ് ലൈറ്റ് ഉണ്ട്, അതാണ് അത്. പിന്നെ ഇപ്പൊ ഞാൻ ഷോള് കാണിച്ചില്ലേ, അതിന്റെ പാന്റും ടോപ്പും ആണ്. ഇതൊരു ഷറാറ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ്. സോ അതുണ്ട്. പിന്നെ ബേസിക്കലി എന്റെ കുറച്ച് ടോപ്പുകൾ കുറെ എണ്ണം ഉണ്ട്. എന്റെ ടോപ്പുകൾ, പിന്നെ എന്റെ കുറച്ച് സാരി ബ്ലൗസുകൾ. ഇത് എന്റെ പുതിയ സാരി ബ്ലൗസ് ആണ്. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് എന്റെ അളവില്ലാണ്ട് ഏതാണ്ട് ഒരു അളവിന് അടുപ്പിച്ചതൊക്കെയാണ്. അപ്പൊ അതൊക്കെ വിഷുവിന് ഇടാന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. പിന്നെ നമുക്ക് മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ബേസിക്കലി ഇത് ഡ്രസ്സാണ്. ഇത് ഇവിടെ നിൽക്കട്ടെ. പിന്നെയും ഡ്രസ്സുകളാണ്, ഡ്രസ്സോട് ഡ്രസ്സ്. പിന്നെ ഇതെന്റെ നാട്ടിലുള്ള എന്റെ ഒരു ഹുഡി ടോപ്പാണ്, അതുണ്ട്. അടുത്തത് ഇതാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തെർമൽസ് ആണെന്ന്. യെസ്, ജോക്കിന്റെ തെർമൽസ് ആണ്. ഇതെന്റെ കയ്യിലുള്ള അതേ സാധനമാണ് കേട്ടോ. ഇതല്ലായിരുന്നു എനിക്ക് നാട്ടിൽ നിന്ന് വേണ്ടത്, പക്ഷെ ഇതാണ് ഒരു കൊടുത്തു വിട്ടത്. അത് പിന്നെ ഇപ്പൊ അവിടെ മഞ്ഞില്ല, മഞ്ഞൊക്കെ നന്നായിട്ട് കുറഞ്ഞു. പിന്നെ അതേ കൊടുത്തു വിട്ടുള്ള നമ്മള് 3 രൂപ പെന്നില്ല. ഇത് ഞാൻ നാട്ടിൽ നിന്ന് അന്ന് വന്നപ്പോൾ കൊണ്ടുവരണം എന്ന് വിചാരിച്ച, പക്ഷെ എന്നോട് മറന്നുപോയി. പിന്നെ എനിക്ക് വിക്സിന്റെ ഇൻഹേലർ വേണമായിരുന്നു, അതുണ്ട്. പിന്നെ എന്റെ കുഞ്ഞ് ട്രൈപോഡ്, ഇത് ഞാൻ മൊബൈലിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ട്രൈപോഡാണ്. പിന്നെ ഇത് നമ്മളെ ഫയൽ എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഫയലിനൊക്കെ ഭയങ്കര പൈസ. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് 2-3 ഫയൽ കൊടുത്തിടാൻ പറയുന്നു, അതുണ്ട്. അത്രയും സാധനമാണ് ഇതിനകത്തുള്ളത്. പിന്നെ അതിനകത്തുണ്ടായിരുന്നത് ഞാൻ ഇന്നലെ തന്നെ പുറത്തെടുത്തതാണ്. ഇതെന്റെ കയ്യിൽ നാട്ടിലുണ്ടായിരുന്ന എന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച റൂമിലൊക്കെ ഹാങ് ചെയ്യാന്ന്. എന്റെ കുഞ്ഞൂസിന്റെ ഫോട്ടോ, എന്റെ സിംഗിൾ ഫോട്ടോ, കുറച്ച് പോളറോയിഡ് പ്രിന്റ്സ് ആണ്. എനിക്ക് തോന്നുന്നത് പേപ്പർ പ്രിന്റ്സോ അങ്ങനെ ഏത് പിക്സൽ എന്തിനായിരുന്നു എടുത്തത്, എന്തോന്നിന്ന് എടുത്തതാണ് കേട്ടോ. ഇതിനകത്ത് എന്താണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് സാധനം ഉണ്ട്. അപ്പൊ ഇനിയാണ് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ്. ആദ്യം തന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, ഫ്രോസൺ പൊറോട്ട, അങ്ങനെ എന്തൊരു പൊറോട്ട ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ബീഫും പൊറോട്ട ഉണ്ടാക്കും. പക്ഷെ ബാക്കി സാധനം എന്തൊക്കെയാ ഞാൻ കാണിച്ചു തരാം. നെല്ലിക്ക, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. ഇന്നലെ വന്നപ്പോ തന്നെ ഞാൻ 2-3 എടുത്ത് കഴിച്ചു. പിന്നെ മിഠായികളുണ്ട്. കിൻഡർ, ഇത് ഞാൻ കിൻഡർ ബ്യൂണോ എന്നായിരുന്നു പറയല്, പക്ഷെ ബുവാനോ എന്ന് അങ്ങോട്ടാണ്, അങ്ങനെ എന്തോ ആണ് ഇതിന് പറയാം. പിന്നെ പപ്പടം, കുറെ പപ്പടം ഉണ്ട്. പപ്പടം ചോറും ഒക്കെ തിന്നണമെന്നാണ്. പിന്നെ ഇതാണോ കഞ്ഞീൻ്റെ അരി? ഇത് കഞ്ഞീൻ്റെ അരിയാണ്. ഒരു കഞ്ഞീൻ്റെ അരി. സോ 3 കിലോ കഞ്ഞീൻ്റെ അരി ഉണ്ട്. പിന്നെ ഇത് മറ്റേ വച്ചൽമുളക്, എനിക്ക് മോരുകറിയിൽ ഇടാൻ വേണ്ടി വച്ചൽമുളക്, അങ്ങാടി മുളക്, അങ്ങനെ എന്തൊക്കെയാ പറയാ, ആ മുളക്. പിന്നെ പാലട പ്രഥമൻ മിക്സ്. അപ്പൊ ബേസിക്കലി ഇത്രയും സാധനങ്ങളാണ് നാട്ടിൽ നിന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.